ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷ. അപ്പോൾ നമ്മൾ RRB ഗ്രൂപ്പ് ഡി അവസാനമായി 2018 നടന്നപ്പോൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി 4 ക്ലാസ്സുകൾ ഈ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതാ സീരീസിലെ 5ാമത്തെ ക്ലാസ് ആണ്. 4 ക്ലാസ്സുകളിലായിട്ട് 120 ചോദ്യങ്ങളും അതിനോടൊപ്പം കുറേ പ്രധാനപ്പെട്ട ഫാക്ട്സും, അല്ലെ 120 ചോദ്യങ്ങൾ മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാനിവിടെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, അതുകൂടി കാണാം. ഈ ക്ലാസ് കണ്ടുപോയി കണ്ടാലും മതി, ഓർഡറിലൊന്നും എന്തില്ല, പ്രത്യേകിച്ച് കാര്യമില്ല. മാത്രമല്ല ഈ RRB ഗ്രൂപ്പ് ഡി മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 500 ചോദ്യങ്ങളുടെ ഒരു PDF, അതിൽ 280ഓളം സയൻസ് ചോദ്യങ്ങളും 220ഓളം GK ചോദ്യങ്ങളും പിന്നെ കുറേ എക്സ്ട്രാ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിലും അവൈലബിൾ ആയിരിക്കും. ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് RRB ഗ്രൂപ്പ് ഡി ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സസ് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ academisonline.com എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വെബ്സൈറ്റിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് RRB ഗ്രൂപ്പ് ഡിയുടെ കംപ്ലീറ്റ് കോഴ്സ് ആയിട്ട്, സിലബസ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ് കോഴ്സ് ആയിട്ട്, കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടഫ് സബ്ജക്ട്സ് മാത്രമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഓരോന്നിൻ്റെയും ഫീയും കാര്യങ്ങളെല്ലാം ഞാൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിലോട്ട് 8891489498 എന്ന് പറയുന്ന നമ്പറിലോട്ട് വാട്സപ്പിലോ ടെലിഗ്രാമിലോ നിങ്ങൾ ആ സബ്ജക്റ്റിന്റെ പേര് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി മൊത്തത്തിലാണ് വേണമെങ്കിൽ ഗ്രൂപ്പ് ഡി എന്ത് ചെയ്താൽ മതി, അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഐശ്വര്യമായിട്ട് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. 121ാമത്തെ ചോദ്യമാണ്. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് പവർ ആൻഡ് ടൈം. പവറിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റ് ആണ് എന്തോ ഒരു സാധനം. ഇറ്റ്സ് യൂണിറ്റ് ഈസ് വാട്ട് സെക്കൻഡ് ആൻഡ് കിലോ വാട്ട് അവർ. വാട്ട് ഈസ് ഇറ്റ് കോൾഡ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഞാൻ പറയണമെങ്കിൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ്. പവറിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റ് ആണ്. നമുക്കറിയാം പവർ നമ്മൾ എഴുതാറുള്ളത് എങ്ങനെയാണ്, വർക്ക് ബൈ ടൈം എന്നാണ് എഴുതാറുള്ളത്, അല്ലേ? അപ്പോൾ പവർ ഇൻറ്റു ടൈം, പവറിൻ്റെയും ടൈമിൻ്റെയും പ്രോഡക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരിക, പവർ ഇൻറ്റു ടൈം വർക്കാണ് വരാൻ പോകുന്നത്. പക്ഷെ വർക്കിൻ്റെ യൂണിറ്റ് വാട്ട് സെക്കൻഡോ കിലോ വാട്ട് അവർ ആണോ? അല്ല. അത് നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. വർക്കിനും അതുപോലെ തന്നെ എനർജിക്കും എന്താണ്, സെയിം യൂണിറ്റ് ആണ് നമുക്കറിയാം. അപ്പോൾ എന്തോ ഒരു എനർജി ആയിരിക്കണം. എന്ത് എനർജി ആയിരിക്കണം? ഈ കിലോ വാട്ട് അവറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെങ്കിൽ സ്പോട്ടിൽ നമ്മുടെ കയ്യിൽ ആൻസർ എടുക്കണം. കാരണം നമുക്ക് അറിയുന്ന കാര്യമാണ്, കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എന്തിൻ്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ്? ഇറ്റ്സ് ദ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് പോരട്ടെ, അങ്ങനെ തന്നെ ചോദിക്കാറുള്ളതാണ്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ വെച്ചിട്ടുള്ള ഇലക്ട്രിസിറ്റി മീറ്റർ ഉണ്ടല്ലോ, അത് റീഡ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഈ കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് സെക്കൻഡ് ആയാലും കിലോ വാട്ട് അവർ ആയാലും അതൊരു എനർജിയും കൂടി ആവുമ്പോൾ അത് എന്തിൻ്റെ യൂണിറ്റ് ആവാനേ വഴിയുള്ളൂ, അത് ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് ആവാനേ വഴിയുള്ളൂ. ഒപ്പം ഓർത്തു വയ്ക്കുക, കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. 122ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം. ഡാഷ് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്ത് തന്നെയാണ്, റേറ്റ് ഓഫ് എന്നാണ്, അല്ലേ? ഏതൊരു സാധനം എടുത്തിട്ട് അതിനെ ഡിവൈഡഡ് ബൈ ടൈം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, മേലെ എന്തോ ആയിക്കൊള്ളട്ടെ, ഈ ഡിവൈഡഡ് ബൈ ടൈം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ റേറ്റ് ഓഫ് എന്ന് പറയുന്നത്, അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കോൾഡ് വാട്ട്? ആക്സിലറേഷൻ. അങ്ങനെ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് നമ്മൾ ആക്സിലറേഷൻ. വി ഡിനോട്ട് ഇറ്റ് വിത്ത് സ്മോൾ ലെറ്റർ A, അല്ലേ? പിന്നെ ഓർക്കേണ്ടുന്ന ഒരു പോയിന്റ് ആണ്, ആക്സിലറേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് 0 ഇഫ് ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. 2 കണ്ടീഷൻസിലാണ് ഒരു വസ്തുവിന്റെ ആക്സിലറേഷൻ 0 ആവുന്നത്. എപ്പോഴൊക്കെയാണ്? ഒന്നുകിൽ അത് ചലിക്കാതിരിക്കണം, ഇഫ് ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്, ഓർ മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി, അതൊരു യൂണിഫോം വെലോസിറ്റിയിൽ യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് ഒരു വസ്തു 60 km/h എന്ന് പറയുന്ന സ്പീഡ് കൺസിസ്റ്റന്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ വെലോസിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടോ? സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. സ്പീഡ് കുറയാനും കൂടുകയൊന്നും ഇല്ലെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റിയിൽ ഒരു മാറ്റവും വരുന്നില്ല, അപ്പോൾ അത് 0/t ആവും. അപ്പോൾ എന്താ വരിക, ആക്സിലറേഷൻ 0 ആയിട്ട് മാറും. ഇത് ഓർക്കണേ. ഈ ഒരു പോയിന്റ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആക്സിലറേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് 0 ഇഫ് ഇറ്റ് ഈസ് അറ്റ് ഡാഷ്. ഒന്നുകിൽ റെസ്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ റെസ്റ്റ് ആയിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തുണ്ടാവാം, ഓർ ഇറ്റ് വിൽ ബി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. അപ്പോൾ യൂണിഫോം സ്പീഡിൽ പോകുന്ന ഒരു വസ്തുവിനോ റെസ്റ്റിലുള്ള ഒരു വസ്തുവിന്റെയോ ആക്സിലറേഷൻ 0 ആയിരിക്കും. ആക്സിലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. സോ ആൻസർ കിട്ടി, ആക്സിലറേഷൻ. 123. വിച്ച് എലമെന്റ്സ് കമ്പൈൻ ടു ഫോം അമോണിയ. ഏതൊക്കെ എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് അമോണിയ ഉണ്ടാവുന്നത്? അമോണിയയുടെ ഫോർമുല അറിഞ്ഞാൽ മതി, എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ്? NH3 ആണ് അമോണിയയുടെ ഫോർമുല എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി എന്തൊക്കെയാണ് കൂടിച്ചേരുന്നത്? നൈട്രജനും
ഹൈഡ്രജനും കൂടി ചേർന്നാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ അമോണിയ ഉണ്ടാവുന്നത്. അടുത്ത 124ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ഇൻ അവർ ബോഡി ടു പ്രൊവൈഡ് എനർജി? താഴെ തന്നിട്ടുള്ളവയിൽ എന്ത് ഓക്സിജനുമായി കൂടി ചേർന്നിട്ടാണ് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിച്ചേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു ക്ഷീണം വരുമ്പോൾ, നമുക്കൊരു എനർജി ഇല്ലാതാവുമ്പോൾ, നമ്മളൊരു ഓട്ട മത്സരത്തിനിടയിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വല്ല എക്സസൈസ് ചെയ്യുന്നതിനിടയിലാണെങ്കിൽ അതത്ര പ്രിഫറബിൾ അല്ല. അല്ലെങ്കിൽ പൊതുവെ ഇപ്പോൾ നമുക്കൊരു വയറിളക്കൊക്കെ വന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളൊരു സാധനം കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം കൂട്ടാനായിട്ട് ORS അല്ല കേട്ടോ, ORS ലുള്ളതിന്റെ മേജർ കണ്ടന്റ് ഇത് തന്നെയാണ്. എന്താണെന്നറിയോ, അത് ഗ്ലൂക്കോസും പൊടിയാണ് അല്ലേ. നമ്മൾ പറയാറില്ലേ ഗ്ലൂക്കോസ് പൗഡർ, ഗ്ലൂക്കോസും പൊടി എന്ന് ഞാൻ പറഞ്ഞാണ് കേട്ടോ, ജസ്റ്റ് ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാവാൻ. മറ്റേ ഒരു പാട്ടൊക്കെ ഇല്ലേ, കുടിക്കാൻ ഗ്ലൂക്കോസും വെള്ളതൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ അങ്ങ് പറഞ്ഞാണ്. അപ്പോൾ ഗ്ലൂക്കോസ് പൗഡർ ഇല്ല, ഗ്ലൂക്കോസ് ആണ് എന്ത് ചെയ്യുന്നത്, ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗ്ലൂക്കോസ് പൗഡർ കഴിക്കുന്നത്. പണ്ട് ഈ ഓട്ടത്തിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും, പണ്ടല്ല എപ്പോഴും പോകുന്നവരുണ്ടാവും, പക്ഷെ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. അതെന്തിനാണ്, നമുക്ക് എനർജി കിട്ടാനാണ്. എപ്പോഴാണ് എനർജി കിട്ടുന്നത്, ഈ ഗ്ലൂക്കോസ് ഓക്സിജന്റെ കൂടെ റിയാക്ട് ചെയ്ത് ഒരുപാട് എനർജി റിലീസ് ചെയ്യും, നമ്മുടെ ശരീരത്തിന് വേണ്ട എനർജി റിലീസ് ചെയ്യും. അതാണ് നമ്മുടെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ എന്തുകൂടി റിലീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തുകൂടി ഉണ്ടാവുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ഉണ്ടാവുന്നുണ്ട്. ഇതിൽ നമുക്ക് വേണ്ടത് ഈ എനർജിയാണ് റിലീസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലൂക്കോസും ഓക്സിജനും കൂടി നമ്മുടെ ശരീരത്തിൽ കമ്പൈൻ ചെയ്തിട്ടാണ് എനർജി ഉണ്ടാവുന്നത്. പ്ലസ് ബൈ പ്രോഡക്ട്സ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാവുന്നുണ്ട്. എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. നല്ലൊരു ചോദ്യമായിട്ട്, ഇതിനു മുമ്പ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ലാത്ത ഒരു ചോദ്യം കൂടി. 125ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലിസ്ട്രേറ്റ്സ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ? ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇനേർഷ്യാണ് അല്ലെ. ഒന്നാം ചലന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് ഇനേർഷ്യ എന്ന് അറിയപ്പെടുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഈ പടം വെച്ചിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്ന ബസ് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മളൊന്ന് പിന്നോട്ടായും അല്ലെ. അവിടെ ഉണ്ടാവുന്ന ഇനേർഷ്യ എന്താണ്, അതിനെയാണ് നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ റെസ്റ്റിലായിരുന്നു, റെസ്റ്റിൽ നിന്ന് വണ്ടി പെട്ടെന്ന് മൂവ് ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു ഇനേർഷ്യ എന്ന് വെച്ചാൽ ഒരു മടിയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അതേസമയം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ എന്താ, നമ്മൾ മുന്നോട്ടായും അല്ലേ. അപ്പം നമ്മൾ ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒപ്പം നമ്മളും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മുന്നോട്ട് തന്നെ പോകാനാണ് നമ്മുടെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയും അല്ലേ. ഇവിടെ തന്നിട്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്, ഒരു ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാസഞ്ചർ ബാക്ക്വേർഡിലോട്ട് വരുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ബാക്ക്വേർഡിലോട്ട് വരുന്നു, അതാണ് എന്തായിട്ടുണ്ടായിരുന്നത് ഇവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നത്. when a bus starts suddenly the passenger receives a backward jerk. അത് ഇനേർഷ്യ ആണ്. ടു ബി സ്പെസിഫിക്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്, അങ്ങനെയും ചോദിക്കാറുണ്ട്. പിന്നെ ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മുന്നോട്ടായിരുന്നത് ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. രണ്ടും ഡിഫറെന്റ് ആണ് എന്നുള്ളത് തന്നെ പഠിച്ചിരിക്കുക. രണ്ടും എന്താണ്, ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ്. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്തുകൂടി അറിയപ്പെടുന്നുണ്ട്, ലോ ഓഫ് ഇനേർഷ്യ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. 5 ചോദ്യങ്ങളും കൂടെ കുറച്ച് കാര്യങ്ങളും കിട്ടിയില്ലേ, പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യാം. പവറിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റ് ആണ്. യൂണിറ്റ് വാട്ട് സെക്കൻഡും കിലോ വാട്ട് അവറും ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഇലക്ട്രിക്കൽ എനർജി ആണ്. റേറ്റ് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അമോണിയ ഉണ്ടാവുന്നത് നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്നിട്ടാണ്. ഒരു പോയിന്റ് ഇത് ചോദിക്കാറുള്ളതാണ്, ഞാൻ പറയാൻ വിട്ടു. കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അവിടെ പറഞ്ഞു, റിവൈസ് ചെയ്യുമ്പോൾ പറയാൻ വിട്ടുപോയി എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേക്കാൾ ഒരുപാട് തവണ ചോദിച്ചിട്ടാണ് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി കിലോ വാട്ട് അവർ ഫിക്സ് ചെയ്ത് വെക്കുക. അതുപോലെ ഓക്സിജനും ഗ്ലൂക്കോസും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കുറേ എനർജി കിട്ടും. കൂടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ഉണ്ടാവുന്നുണ്ട്. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരു ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാസഞ്ചർ എന്ത് ചെയ്യും, പുറകിലോട്ട് ആയും. വിച്ച് ഡ്യൂ ടു ഇനേർഷ്യ, അത് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണെന്നും കൂടി ഓർത്തു വെക്കുക. അപ്പം 5 ചോദ്യങ്ങളും പഠിച്ചില്ലേ. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്നൊന്ന് ഇനി അടുത്ത സെറ്റിലോട്ട് പോവാം. 126ാമത്തെ ചോദ്യം, 746 വാട്ട് ഈസ് നോൺ ആസ്. എപ്പോഴും തിരിച്ചാ ചോദിക്കാറ്. 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു ഡാഷ് വാട്ട് എന്നാണ് ചോദിക്കാറ്. ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഒന്ന് തിരിച്ചു തന്നിട്ടുണ്ട്. ഒരു HP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 746 വാട്ട് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് അത്, ഒരു HP ആണ്. 1 HP ഈസ് ഈക്വൽ ടു 746 വാട്ട്. 127, ഡാഷ് ഫിൽസ് ദ സ്പേസ് ഇൻസൈഡ് ദ ഓർഗൻസ് ആൻഡ് സപ്പോർട്ട്സ് ദ ഇന്റേണൽ ഓർഗൻസ് ആൻഡ് ഹെൽപ്സ് ഇൻ റിപ്പയർ ഓഫ് ടിഷ്യൂ. അവയവങ്ങൾക്കിടയിലുള്ള സ്പേസ് ഫില്ല് ചെയ്യുന്നത്, ഇന്റേണൽ ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്, മാത്രമല്ല നമുക്ക് മുറിവുണ്ടാകുമ്പോൾ നമ്മുടെ ടിഷ്യൂവിന് വേണ്ട റിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ട ഹെൽപ്പ് ചെയ്യുന്നത് എല്ലാം ഈ ഒരു കൈൻഡ് ഓഫ് ടിഷ്യൂ ആണ്. അത് ഏതാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ടിഷ്യൂസിനെ പറ്റി ബയോളജി കോഴ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആനിമൽ ടിഷ്യൂവിനെ പ്രധാനമായും 4 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ അല്ലേ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ സ്കിന്നാണ്, നമ്മുടെ ത്വക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ടിഷ്യൂ അറിയാലോ അല്ലേ, കുറേ സെൽസ് കൂടി ചേർന്നുണ്ടാവുന്നതാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂവിന് ക്ലാസിക് എക്സാമ്പിൾ സ്കിന്നാണ്. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ബോൺ എക്സാമ്പിൾ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ബ്ലഡ് പറയാം. ലിക്വിഡ് ഫോമിലുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്
എന്ന് പറയുന്നത് ബ്ലഡ് എന്ന് പറയുന്നത്. അതുപോലെ മസ്കുലർ ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മസിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്, കൂടുതൽ എക്സാമ്പിൾ ഒന്നും വേണ്ട, ആ പേരിൽ തന്നെ ഉണ്ട്. നെർവസ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ നെർവ്സ്, നമ്മുടെ ശരീരത്തിൽ ഞരമ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഏതാണ് നെർവസ് ടിഷ്യൂ ആണ്. ഇതിൽ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ 4 അല്ല, ഇതിൽ കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഒരു സബ് ആയിട്ട് വരുന്ന എയറോളാർ ടിഷ്യൂ ആണ് എന്തായിട്ട് വരുന്നത്, നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ 4 പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ശരീരത്തിൽ സ്കിൻ ഉണ്ടാക്കിയിട്ടുള്ളത് വാട്ട് കൈൻഡ് ഓഫ് ടിഷ്യൂ ആണ്, ബ്ലഡ് ഈസ് എ ഡാഷ് ടൈപ്പ് ഓഫ് ടിഷ്യൂ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ എയറോളാർ ടിഷ്യൂ ഓർത്ത് വെച്ചോളൂ, പക്ഷേ ഇത്രയും ഡീപ്പായിട്ട് ഉള്ളിലോട്ട് പോകുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. മസിൽസിൻ്റെയൊക്കെ ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട്, പക്ഷേ ഈ എന്താ പറയുക, ഈ നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്ലാസിഫിക്കേഷനും എന്ത് ചെയ്തിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല. എപ്പോഴും ബ്ലഡിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും എന്ത് ചെയ്യാറുള്ളത്, ചോദ്യം ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇത് എയറോളാർ ടിഷ്യൂ ആണെന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, ഒന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അടുത്ത 128ാമത്തെ ചോദ്യം, ദ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ ഇൻ ഹ്യൂമൻ ബീങ്സ് ഈസ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഭക്ഷണവും വായുവും ഒരുപോലെ കയറിപ്പോകുന്ന, അതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു പാസേജ് ഉണ്ട്. ഏതാണ് ആ ഭാഗം എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആ ഭാഗമാണ് നമ്മൾ ഫാരിങ്സ് എന്ന് പറയുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ ബയോളജി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. ഡൈജഷൻ എവിടെ നിന്ന് തുടങ്ങുന്നു, മൗത്തിൽ നിന്ന് തുടങ്ങുന്നു അല്ലേ. ഡൈജഷൻ സ്റ്റാർട്ട്സ് ഇൻ ദ മൗത്ത്. മൗത്തിൽ നിന്ന് പോയി അത് ഇവിടെ നിന്ന് നമ്മൾ ചവച്ചരച്ചത് ഇവിടെ എത്തുന്നു അല്ലേ. ഈ ഭാഗം നമ്മുടെ, എനിക്കിപ്പോൾ ഞാനിവിടെ കിടന്ന് കാണിക്കും, ഈ ഭാഗം നിന്ന് തൊട്ടിട്ടോ, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, ഈ ഫിഗർ നോക്കിയാൽ മതി. അപ്പോൾ ഈ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്, ഫാരിങ്സ് എന്ന് പറയുന്നത് അല്ലേ. അതിന് താഴെ ഈസോഫാഗസ് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഏതൊരു പരീക്ഷയ്ക്ക് തന്നെ ഞാൻ ഡിസ്കസ് ചെയ്താണ് ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ ഫുഡ് ട്യൂബ് എന്നൊക്കെ അറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഭാഗം ഏതാണ് എന്ന് ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഏതെന്ന് പറയുന്നത്, ഈസോഫാഗസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് സ്റ്റൊമക്കിലോട്ട്, ആമാശയത്തിലോട്ട്, ദെൻ അവിടെ നിന്ന് ഇൻറ്റസ്റ്റൈനിലോട്ടും എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ വരുന്നു. ഇങ്ങനെയാണ് എന്ത് കിടക്കുന്നത്, നമ്മുടെ ഒരു ഡൈജഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ദഹനത്തിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് എയറിനും ഫുഡിനും ഒരുപോലെ കോമൺ ആയിട്ടുള്ള പാസേജ്. ഈ ഒരു ഭാഗം നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, നമ്മൾ ശ്വസിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്താണ്, ഫാരിങ്സ് ആണ് ഭക്ഷണത്തിനും എയറിനും ഒരുപോലെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ പാസേജ് എന്ന് പറയുന്നത്. 129 ലീനിയർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു, ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ആണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. മൊമെൻറ്റം കാണാൻ നമുക്കറിയാം എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ചിലപ്പോൾ യൂണിറ്റ് ചോദിക്കാറുണ്ട്, ഇതും തന്നെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. മാസ് എന്താണ്, കിലോഗ്രാം ആണ്. വെലോസിറ്റി സ്പീഡ് ബൈ ടൈം, സ്പീഡ് ബൈ ടൈം എന്ന് പറയുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ്. സോ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്താണ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം, എപ്പോഴും ചോദിക്കാറുള്ളതാണ്, മൊമെൻറ്റത്തിനും ഈ ഒരു സംഭവത്തിനും സെയിം യൂണിറ്റ് ആണ്. മൊമെൻറ്റം ഹാസ് ദ സെയിം യൂണിറ്റ് ആസ് ഓഫ് ഡാഷ്, അല്ലെങ്കിൽ ആ ഒരു സംഭവം തന്നിട്ട് ഹാസ് ദ സെയിം യൂണിറ്റ് ആസ് ഡാഷ് ഹാസ് ദ സെയിം യൂണിറ്റ് ആസ് ഓഫ് മൊമെൻറ്റം എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. നിങ്ങൾ പലരും പറയുന്നത് എനിക്ക് കേൾക്കാം, എന്താണ്, ഇമ്പൾസ് ആണ് അല്ല. ഇമ്പൾസിനും മൊമെൻറ്റത്തിനും എന്താണ്, സെയിം യൂണിറ്റ് ആണ്. ഇമ്പൾസ് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഇനി അത് ഡിറൈവ് ചെയ്ത് നമ്മൾ ഡിറൈവ് ചെയ്യല്ല, അതെല്ലാം എഴുതി വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ എവിടെ തന്നെ എത്തും, അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡിലോട്ട് തന്നെ എത്തും. സോ ഞാനത് പറയാൻ നിൽക്കുന്നില്ല, നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. മൊമെൻ്റ് ആണെങ്കിലും ഇമ്പൾസ് ആണെങ്കിലും ഒരേ യൂണിറ്റ് ആണ്, അത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത്. അടുത്ത ചോദ്യം 130ാമത്തെ ചോദ്യം, ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് പീരീഡ്സ് ഹാസ് ദ മാക്സിമം നമ്പർ ഓഫ് നോൺ മെറ്റൽസ്. നമ്മുടെ പുതിയ പീരിയോഡിക് ടേബിളിൽ ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിനാണ് ഏറ്റവും കൂടുതൽ നോൺ മെറ്റലുകൾ ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2ാമത്തെ പീരീഡിലാണ് ഏറ്റവും കൂടുതൽ എന്ത് കാണപ്പെടുന്നത്, നോൺ മെറ്റലുകൾ കാണുന്നത് എന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പോൾ 5 ചോദ്യങ്ങൾ പഠിച്ചു. പെട്ടെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. 746 വാട്ട് മീൻസ് 1 HP അല്ലെങ്കിൽ 1 ഹോഴ്സ് പവർ ആണ്. എയറോള ടിഷ്യൂ ആണ് അതിനിടയിലുള്ള സ്പേസ് ഫില്ല് ചെയ്യുന്നത്. പക്ഷേ ടിഷ്യൂസിനെ പറ്റി ബാക്കി പഠിച്ച കാര്യങ്ങൾ മറക്കരുത്. എപ്പിത്തീലിയൽ ടിഷ്യൂ സ്കിന്നാണ്, കണക്റ്റീവ് ടിഷ്യൂ ബോണും ബ്ലഡും ആണ്. ബ്ലഡ് ആണ് ലിക്വിഡ് ഫോർമാറ്റിലുള്ള ഒരേ ഒരു കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. മസ്കുലർ ടിഷ്യൂ മസിൽസ് ആണ്. നെർവസ് ടിഷ്യൂ എന്താണ്, നെർവ്സ് ആണെന്നും ഓർത്തു വെക്കുക. പിന്നെന്താണ്, എയറിനും ഫുഡിനും ഭക്ഷണത്തിനും വായുവിനും ഒരുപോലെ ഒരുപോലെയുള്ള കോമൺ പാസേജ് ആണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഫാരിങ്സ് എന്ന് പറയുന്നത്. ഈസോഫാഗസ് ആണ് ഫുഡ് പൈപ്പായിട്ടും ഫുഡ് ട്യൂബായിട്ടും അറിയപ്പെടുന്നത്. മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ദാറ്റ് മീൻസ് യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇമ്പൾസ് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഇമ്പൾസിന്റെയും യൂണിറ്റ് എന്ത് തന്നെയാണ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് മൊമെന്റത്തിനും ഇമ്പൾസിനും ഒരേ യൂണിറ്റ് ആണ് വരുന്നത്. ആധുനിക ആവർത്തന പട്ടികയിൽ നോൺ മെറ്റൽസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് 2ാമത്തെ പീരീഡ് ആണ്. ബോറോൺ, കാർബൺ അങ്ങനെ അങ്ങ് പോകുന്നത് നമുക്കറിയാം. ആ ഒരു ഓർഡർ എന്ത് ചെയ്താൽ മതി, മനസ്സിലുണ്ടായാൽ മതി. അപ്പോൾ വീണ്ടും എന്ത് ചെയ്ത് കഴിഞ്ഞു, വീണ്ടും നമ്മൾ 5 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. സെറ്റല്ലേ? അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. academies.online.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. ഈ വെബ്സൈറ്റിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് CGL, CHSL, MTS, NTPC, ഗ്രൂപ്പ് ഡി തുടങ്ങിയ കോഴ്സുകളുടെ കംപ്ലീറ്റ് കോഴ്സുകളും അതുപോലെ തന്നെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെയ്ഡ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി കോഴ്സ് എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് പോകാം. കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നവരാണ്. അല്ലാത്തവർ ഒന്ന് കേട്ടിരിക്കുക. നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ ആദ്യം തന്നെ സൈൻ ഇൻ ടു അറ്റൻഡ് ക്ലാസ്സസ് എന്ന് കാണിക്കും. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമെയിൽ ID വെച്ച്, Gmail ID വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഒറ്റ ഇമെയിൽ ID ഉള്ളെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി സൈറ്റിനകത്ത് എത്തിയിട്ടുണ്ട്.
ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ എണ്ണം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ അത് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമെയിൽ ഐ ഡി നിങ്ങൾ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, സൈറ്റിനകത്തോട്ട് നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കോഴ്സുകൾ ഇവിടെ കാണാൻ കഴിയും. ഈ കോഴ്സുകളിൽ എല്ലാ കോഴ്സുകളും തന്നെ SSC RRB ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. കേരള ഐസിരി ഒഴികെ കേരള ഐസിരി കേരള PSCക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കോഴ്സാണ്. നമ്മുടെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SSC CGL ഒരു കോഴ്സ്, CHSL ഒരു കോഴ്സ്, MTS ഒരു കോഴ്സ്, അങ്ങനെയല്ല. അല്ലെങ്കിൽ NTPCക്ക് ഒരു കോഴ്സ്, ഗ്രൂപ്പ് ഡിക്ക് ഒരു കോഴ്സ്, അങ്ങനെയല്ല. നമ്മൾ എല്ലാ SSC RRB പരീക്ഷകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കോഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ RRB SSC പരീക്ഷകൾക്കും ലൈഫ് ടൈം വാലിഡിറ്റിയോടുകൂടി നിങ്ങൾക്ക് എല്ലാ കാലത്തും അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ മാക്സിമം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മുടെ എല്ലാ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി കോഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എന്താണ് ഞാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം SSCക്ക് ഇംഗ്ലീഷ് ഉണ്ട്, RRBക്ക് എന്തില്ല, ഇംഗ്ലീഷ് ഇല്ല. സോ SSC MTSനാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ RRB NTPCക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഇതിൽ അഡ്വാൻസ്ഡ് മാത്സും ഇംഗ്ലീഷും എന്തില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല. RRB NTPCക്ക് ആണെങ്കിൽ ബാക്കി എല്ലാ സബ്ജക്ട്സും, കേരള ഹിസ്റ്ററി വിട്ടേക്ക്, അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ബാക്കി എല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതേസമയം MTSനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതിനോട് ഇംഗ്ലീഷ് കൂടി നിങ്ങൾ എടുക്കണം എന്ന് പറയും. അതേസമയം നിങ്ങൾ ഇനി CGL CHSL ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം പോരാ, കൂടി എന്തുകൂടി നിങ്ങൾ പഠിക്കണം, അഡ്വാൻസ്ഡ് മാത്സ് കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് ഫീ ഡീറ്റെയിൽസും ഞാൻ സൈഡിൽ കൊടുക്കാം. CGL CHSL MTS NTPC ഗ്രൂപ്പ് ഡി തുടങ്ങിയത് പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മളൊരു കോഴ്സിനകത്ത് കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിസിക്സിനകത്ത് നമ്മൾ കയറാമെന്ന് വിചാരിക്കുക. ഫിസിക്സിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. പക്ഷേ നിങ്ങൾ അത് കരുതി നിങ്ങൾക്ക് ഒറ്റ ക്ലാസ്സും കാണിക്കാതെയല്ല നമ്മൾ ചെയ്യുന്നത്. എല്ലാ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെക്ഷൻസ് കാണാൻ കഴിയുന്നുണ്ട്, ഫിസിക്സ്, ആസ്ട്രോണമി, ഫിസിക്സ് പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇതിൽ എല്ലാ സെക്ഷനിലെയും ആദ്യത്തെ ക്ലാസ്സും ആദ്യത്തെ പരീക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെമോ ക്ലാസ്സുകളും ഡെമോ എക്സാംസും ആണ്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും 10 ചോദ്യങ്ങളുടെ ഒരു പരീക്ഷ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതൊരു വലിയൊരു കിടിലൻ റിവിഷൻ ടെക്നിക്കാണ്. അതുകൊണ്ട് ക്ലാസ്സുകൾ കാണാം, ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം. എങ്ങനെയാണ് കോഴ്സ് എടുക്കേണ്ടത്, എന്താണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്യാം, ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, അതുപോലെ തന്നെ റീസണിങ്, മാത്സ്, കമ്പ്യൂട്ടർ നോളേജ്, സ്റ്റാറ്റിക് GK നല്ലൊരു ഭാഗം എല്ലാം ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതല്ലാതെ പൊളിറ്റി, കറണ്ട് അഫയേഴ്സ് അതിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ജിയോഗ്രഫിയും എക്കണോമിക്സും സ്റ്റാറ്റിക് GK നല്ലൊരു ഭാഗം ദാസനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇംഗ്ലീഷ് നമ്മുടെ സ്മിത മിസ്സാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് മാത്സ് ആണെങ്കിൽ 2 വട്ടം CGL അച്ചീവ് ചെയ്തിട്ടുള്ള സനൂപാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ എല്ലാ കോഴ്സുകളും ഏത് എഡ്യൂക്കേറ്റർ ആയാലും നമ്മൾ അത്രയും എന്താ പറയുക, എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് എത്രത്തോളം നന്നായി തരാൻ പറ്റുമോ അത്രത്തോളം നന്നായി തരാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ കയറി നോക്കുക, ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഉറപ്പിച്ചു തരാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രമല്ലേ നിങ്ങളിത് എടുത്തിട്ട് കാര്യമുള്ളൂ. മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും നേരം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിരുന്നതിന് നന്ദി. നമുക്ക് എങ്ങോട്ട് തന്നെ പോവാം, തിരിച്ച് നമ്മുടെ ക്ലാസ്സിലോട്ട് തന്നെ പോവാം. അടുത്ത ചോദ്യം 131ാമത്തെ ചോദ്യം. ഡ്യൂറിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഡു ദ ഫുള്ളി മെച്യൂർഡ് ടൈനി ഇൻഡിവിജ്വൽസ് ഡിറ്റാച്ച് ഫ്രം ദ പാരന്റ് ബോഡി ആൻഡ് ബിക്കം ന്യൂ ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വൽസ്? ആരും പേടിക്കേണ്ട, ആകാശത്തേക്ക് വെടിവെക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി ഇതുപോലത്തെ ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. താഴെ തന്നിട്ടുള്ളവയിലെ ഏത് തരത്തിലുള്ള പ്രത്യുൽപാദന രീതിയിലാണ്, ഏത് തരത്തിലുള്ള റീപ്രൊഡക്ഷനിലാണ് മെച്യൂർഡ് ടൈനി ഇൻഡിവിജ്വൽസ്, മെച്യൂർഡ് ആയിട്ടുള്ള കുഞ്ഞ്, ആ ഒരു അതിൻ്റെ ഒരു കുഞ്ഞെന്ന് പറയുന്നത് പാരന്റ് ബോഡിയിൽ നിന്നും ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് പുതിയ ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നത്? അതായത് സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇതൊരു വലിയ വട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഇതാണെങ്കിൽ ഇതിന്റെ നടുക്ക് വെച്ച് അവരങ്ങ് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എന്താവും, ഇതൊരു ജീവിയാന്ന് വിചാരിച്ചോ, ഇതൊരു ഫസ്റ്റ് ജീവിയാവും, ഇത് സെക്കൻഡ് ജീവിയാവും. ഇങ്ങനെ ആയി മാറുന്നത് ഏതിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നടക്കുന്നത് ഹൈഡ്രയിലാണ്. ഹൈഡ്രയിലല്ല, കുറെ എണ്ണത്തിലുണ്ട്. നമുക്കറിയാം റീപ്രൊഡക്ഷൻ 2 തരത്തിലുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. അതിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഇങ്ങനെ ഒരെണ്ണം നോക്കിക്കോ, ആദ്യം ജസ്റ്റ് ഇവിടെ ഇത് വന്നു, പിന്നെ അത് കുറച്ചുകൂടി വലുതായി, then എന്തായി, അത് മെച്ചുവേർഡ് ആയിട്ടുള്ള മറ്റൊരു ജീവിയായിട്ട് എന്ത് ചെയ്തു, പുറത്തുപോയി അല്ലേ, അത് വേറൊരു ജീവിയായിട്ട് മാറി. ഇത് ഹൈഡ്രയുടെ കേസ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഹൈഡ്രയിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ ടെക്നിക്കാണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതും ഏത് തന്നെയാണ്, ബഡ്ഡിംഗ് ആണ്. ഇങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ, ഹൈഡ്രയിലുള്ള റീപ്രൊഡക്ഷൻ മെത്തേഡ് ഏതാണെന്നും പറഞ്ഞ് റീസണായിട്ട് ഏതൊരു SSC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രയിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അസെക്ഷൽ ആണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, അത് ബഡ്ഡിംഗ് ആണെന്നും ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്തിന്റെ ഡെഫിനിഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്, ബഡ്ഡിങ്ങിന്റെ ഡെഫിനിഷനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ തന്നിരിക്കുന്നത്. ബഡ്ഡിംഗ് ഈസ് എ കൈൻഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും എന്ത് ചെയ്യുക, ഓർക്കുക. 132 എ റിയാക്ഷൻ ഇൻ വിച്ച് 1 or more molecules of a substance are added across a double or triple bond is called. ഒരു റിയാക്ഷനിൽ ഒന്നോ അതിലധികമോ മോളിക്യൂൾസ്, തന്മാത്രകൾ
എന്ത് ചെയ്യുകയാണ്, ഒരു ഡബിൾ ബോണ്ടിനുള്ളിലോ അല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ ബോണ്ടിലോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷനാണ് നമ്മൾ പറഞ്ഞത്. വൺ ഓർ മോർ മോളിക്യൂൾസ് ഓഫ് എ സബ്സ്റ്റൻസ് ആർ ആഡഡ് അക്രോസ് എ ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട്. ഡബിൾ ബോണ്ടിലൂടെയോ ട്രിപ്പിൾ ബോണ്ടിലൂടെയോ ഒന്നോ അതിലധികമോ മോളിക്യൂൾസ് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ഇവിടെ ഒരു ആൽക്കീനും ഒരു ഹൈഡ്രജൻ ബ്രോമൈഡും കൂടിയുള്ള റിയാക്ഷൻ അല്ലെ, ഡബിൾ ബോണ്ടൊക്കെ മാറി എന്തായി, ഇവിടെ വേറെ ഒരു ആയിട്ട് മാറി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ടൈപ്സ് ഓഫ് റിയാക്ഷൻ ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് കെമിസ്ട്രിയിൽ. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ദിസ് ഈസ് കോൾഡ് അഡീഷൻ റിയാക്ഷൻ. 133 വർക്ക് ക്യാൻ ഓൺലി ബി ഡൺ വെൻ ദർ ഈസ്. വർക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, സ്വാഭാവികമായിട്ടും അവിടെ വർക്ക് വേണം എന്ന് പറയരുത്, അവിടെ എന്ത് വേണം, എനർജി വേണം. എനർജി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ കഴിയും. 134 ഇൻ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് ദ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ഇൻ എ ഡാഷ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഞാൻ ഒരുപാട് തവണ ഫിസിക്സിൽ പറഞ്ഞാണ്, ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്. വേവ്സിനെ പറ്റി നമുക്ക് പറയുമ്പോൾ പ്രധാനമായും വേവ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, രണ്ട് രീതിയിലാണ്. മെക്കാനിക്കൽ വേവ്സ് ആയിട്ടും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ടും. വേവ്സ് എന്ന് വെച്ചാൽ തരംഗങ്ങൾ കേട്ടോ, അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. തരംഗങ്ങൾ അല്ലേ, രണ്ടായി തിരിച്ചിട്ടുണ്ട്, മെക്കാനിക്കലും ഇലക്ട്രോമാഗ്നറ്റിക്കും. എന്താണ് ഇവിടെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, ഇങ്ങനെ തന്നെയാണ് ഞാൻ ഓർക്കാൻ പറഞ്ഞത്. മെക്കാനിക്കൽ ME ആണ്, അവർക്ക് എന്ത് വേണം, അവർക്കൊരു മീഡിയം വേണം. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചുമ്മാ വാക്വത്തിലൂടെ ഒന്നും പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. വായുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോളിഡ് സബ്സ്റ്റൻസോ എന്തെങ്കിലും ഒരു ലിക്വിഡ് സബ്സ്റ്റൻസോ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെക്കാനിക്കൽ വേവ്സിന് തരംഗങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വില്ലന്മാരാണ്, ഇവർക്ക് എന്തിന്റെ ആവശ്യമില്ല, ദേ ഡു നോട്ട് റിക്വയർ എനി മീഡിയം. അവർക്ക് ഒരു മീഡിയം ആവശ്യമില്ല, ഡു നോട്ട് റിക്വയർ എനി മീഡിയം. ഒരു മീഡിയത്തിന്റെയും ആവശ്യം ആർക്കില്ല, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ആവശ്യമില്ല. ഇതിലെ ഈ മെക്കാനിക്കൽ വേവ്സിനെ നമ്മൾ വീണ്ടും രണ്ടായി തരംതിരിച്ചിരുന്നു. ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് എന്നും ട്രാൻസ്വേഴ്സ് വേവ്സ് എന്നും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുക. വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് പോലെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും അല്ലേ. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയാണ്, ഇപ്പോൾ പറഞ്ഞ പോലെ എങ്ങനെയാണ് അല്ലേ, ഇത് മുന്നോട്ട് പോകുന്നത് എങ്ങോട്ടാ, ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതും ഈ വേവിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ട് തന്നെയാണ്, ഇങ്ങോട്ടാണ്. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലാവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നത്. അതേസമയം ട്രാൻസ്വേഴ്സ് വേവ്സ് ആണെങ്കിൽ ഇത് ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്, ഈ രീതിയിലാണ് ഈ വേവ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രിയാണ്. അതായത് നമുക്ക് എങ്ങനെ പറയാം, പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം അല്ലേ. മനസ്സിലാക്കണേ, കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയി തോന്നും, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സില്ലി ആയിട്ടുള്ള കാര്യമാണ്. ഫിസിക്സ് കോഴ്സിലൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് ഇഷ്ടംപോലെ തവണ. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞുള്ളൂ. പാർട്ടിക്കിൾസ് ഓഫ് മീഡിയം വൈബ്രേറ്റ് ചെയ്യുന്നത് വേവ് പോകുന്ന അതേ ഡയറക്ഷനിലാണെങ്കിൽ, ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാർട്ടിക്കിൾസ് ഓഫ് മീഡിയം വൈബ്രേറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത്. ഇത് വേവ് പോകുന്ന അതേ ഡയറക്ഷനിലാണെങ്കിൽ അതിനെ നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ വേവ് എന്നും, അതായത് അതേ ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്താ, പാരലാണ് അല്ലെ, പാരലാണ്, അതേ ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് എന്നും. ഈ വൈബ്രേറ്റ് ചെയ്യുന്ന മീഡിയവും ഇത് മുന്നോട്ട് പോകുന്നതും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെങ്കിൽ അത് നമ്മൾ എന്തെന്നും പറയും, ട്രാൻസ്വേഴ്സ് എന്നും പറയും. ഇവിടെ ചോദിച്ചത് ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സിന്റെ കേസാണ്. ഇൻ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് ദ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ഇൻ എ പാരലൽ ഡയറക്ഷൻ. സംശയമില്ലല്ലോ. അതേസമയം ഇവിടെ ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് വന്നെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇൻ ട്രാൻസ്വേഴ്സ് വേവ്സ് ദ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ഇൻ എ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. പെർപെൻഡിക്കുലർ നമുക്ക് മൊത്തത്തിൽ കൊടുക്കുകയാണല്ലോ, കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കിട്ടിയെന്ന് വിചാരിക്കുന്നു. 135 ഡാഷ് പ്രപ്പോസ്ഡ് ദാറ്റ് ഈച്ച് എലമെന്റ് ഹാഡ് എ ക്യാരക്ടറിസ്റ്റിക് അറ്റോമിക് മാസ്. ഓരോ എലമെന്റിനും ക്യാരക്ടറിസ്റ്റിക് അതിന്റെ അറ്റോമിക് മാസ് സ്വന്തമായിട്ടുണ്ടാവും എന്ന് പ്രപ്പോസ് ചെയ്ത ആരാണ്, ഡാൾട്ടൺ ആണ് അല്ലെ. മൂപ്പർ എന്നിട്ട് എന്ത് ചെയ്തു, അതിന്റെ പുറത്തൊരു പീരിയോഡിക് ടേബിൾ ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ അറ്റോമിക് മാസിനെ ബേസ് ചെയ്തിട്ടാണ്, അറ്റോമിക് മാസ് ഓരോ എലമെന്റിനും ഉണ്ടെന്ന് ആദ്യമായി പ്രപ്പോസ് ചെയ്തത് ഡാൾട്ടൺ ആണ്. സെറ്റ് അല്ലേ, പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യാലോ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഹൈഡ്രയുടെ റീപ്രൊഡക്ഷൻ അസെക്ഷൽ ആണ്, ബഡ്ഡിംഗ് ആണ്. അവരെന്ത് ചെയ്യും, ഒരു ബോഡിയിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടല്ല, ഒരു ബോഡി ഡിവൈഡ് ചെയ്ത് രണ്ട് പ്രത്യേക ജീവജാലങ്ങളായി മാറി എന്ത് ചെയ്യും, അവർ റീപ്രൊഡ്യൂസ് ചെയ്യും. അതാണ് അവരുടെ റീപ്രൊഡക്ഷൻ ടെക്നിക് എന്ന് പറയുന്നത്. 132 എന്താണ് പറഞ്ഞത്, ഒന്നോ അതിലധികമോ മോളിക്യൂൾസ് ഓഫ് എ സബ്സ്റ്റൻസ് ഡബിൾ ബോണ്ടിലും ട്രിപ്പിൾ ബോണ്ടിലും കയറുന്നതിനെയാണ് നമ്മൾ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. വർക്ക് നടക്കുന്നത് എനർജി ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നത് പാരലൽ ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വേവ്സ് ആണെങ്കിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പ്രൊപ്പഗേഷൻ ആകുമ്പോഴാണ്. ഓരോ എലമെന്റിനും അറ്റോമിക് മാസ് ഉണ്ടെന്ന് ആദ്യമായി പ്രപ്പോസ് ചെയ്ത ആരാണ്, ഡാൾട്ടൺ ആണെന്നും ഓർക്കുക. അപ്പോൾ 135 ചോദ്യങ്ങളായി, നമ്മൾ ഇന്റർവെൽ എത്തി. 136ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡെവലപ്സ് ഇൻ ടു എ ഫ്യൂച്ചർ ഷൂട്ട് ഡ്യൂറിംഗ് ജെർമിനേഷൻ ഓഫ് എ സീഡ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയല്ല ചോദിക്കാറുള്ളത്. ചോദിക്കുന്ന ചോദ്യം ഞാൻ പറഞ്ഞുതരാം, എങ്കിലും അതിന് മുമ്പ് എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ചെടിയിലെ അല്ലെങ്കിൽ നമുക്കറിയാം ഒരു വിത്ത് നമ്മൾ കുഴിച്ചിടുക എന്ന് വിചാരിക്കുക. ആ വിത്ത് കുഴിച്ചിടുമ്പോൾ നമുക്കറിയാം ആ വിത്തിന് താഴോട്ട് വേരും പോവും. അതുപോലെ ആ വിത്തിന് മുകളിലോട്ട് നമ്മൾ ഈ മുള പൊട്ടുക അല്ലെങ്കിൽ അമ പൊട്ടുക എന്നൊക്കെ പറയാം അല്ലെ, മുകളിലോട്ട് എന്ത് ചെയ്യും, ഒരു ഇതും വരും അല്ലെ. അങ്ങനെയാണ് വരും. ഏതായാലും നെല്ലോ എന്തെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോ, താഴോട്ട് വേരും പോയിട്ടോ ഇനീഷ്യൽ സ്റ്റേജ് ആട്ടോ ഞാൻ പറഞ്ഞത്, കുഴിച്ചിട്ടുടനെ അല്ലെങ്കിൽ ഒരു പയറിന്റെ വിത്തോ കുഴിച്ചിട്ടുടനെ താഴോട്ട് നമുക്കറിയാം വേരും പോയിട്ടോ. ഇത് വേരാണ്, ഇപ്പൊ മനസ്സിലായില്ലെന്ന് പറയരുത്. മേലെ മണ്ണിന് മേലോട്ട് എന്തും വന്നിട്ടുണ്ടാവും, സ്റ്റെമ്മും വന്നിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡിലെ ഏത് ഭാഗത്ത് നിന്നാണ് ഈ ഫ്യൂച്ചർ ഷൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെം മുകളിലോട്ട് ഉണ്ടാവുന്നത് എന്നാണ് ചോദിക്കാറുള്ളത്. ഇത് എപ്പോഴും ചോദിക്കാറുള്ളത് ഇൻ എ സീഡ് സ്റ്റെം ഡെവലപ്സ് ഫ്രം ഡാഷ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ എ സീഡ് റൂട്ട് ഡെവലപ്സ് ഫ്രം ഡാഷ്. രണ്ടും ചോദിക്കാറുണ്ട്. അതായത് ഒരു വിത്തിൽ നിന്ന് റൂട്ടായിട്ട് വരുന്ന ഭാഗം ഏതാണ്, അതുപോലെ ഒരു വിത്തിൽ നിന്ന് സ്റ്റെം ആയിട്ട് അല്ലെങ്കിൽ ഷൂട്ടായിട്ട് വരുന്ന ഭാഗം ഏതാണ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഒരു സീഡിൽ നിന്ന്, ഇതൊരു സീഡായിട്ട് കൺസിഡർ ചെയ്യുക, അതൊന്ന് റൂട്ടായിട്ട് വരുന്ന ഏതാണ്, റാഡിക്കിൾ ആണ്. റൂട്ടായിട്ട് വരുന്നത് റാഡിക്കിൾ എന്ന് പറയുന്ന ഭാഗം, ഈ ഭാഗം ഇതിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. അതേസമയം സ്റ്റെം ആയിട്ട് വരുന്ന എന്താണ്, പ്ലിമ്യൂൾ ആണ്. ഓർക്കാൻ വളരെ എളുപ്പമാണ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. റാഡിക്കിളും ആറാണ്, റൂട്ടും ആറാണ്, അപ്പോൾ അത് മാറിപ്പോയില്ല. അതേസമയം പ്ലിമ്യൂൾ ആണ് എന്തായിട്ട് വരുന്നത്, സ്റ്റെം ആയിട്ട് വരുന്നത്. അങ്ങനെ തന്നെയാണ് വായിക്കുക, പ്ലിമ്യൂൾ സ്റ്റെം ആയിട്ടും റൂട്ട് റാഡിക്കിളായിട്ടും വരുന്നു. വെരി 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 ഇമ്പോർട്ടൻറ്റ്. SSC ഒക്കെ ചോദിച്ചതിന് കയ്യും കണക്കൂല. അപ്പോൾ ഒരു ചോദ്യം ഒന്ന് ഇച്ചിരി എന്താ പറയുക, വളഞ്ഞ് മൂക്ക് പിടിച്ചു എന്നുള്ളതേ ഉള്ളൂ. ബേസിക്കലി ഇങ്ങനെ ചോദിക്കാറുള്ളത്, റൂട്ട് ഈസ് ഡെവലപ്ഡ് ഇൻ എ സീഡ്, റൂട്ട് ഈസ് ഡെവലപ്ഡ് ഫ്രം, ഇനി മാറിപ്പോയില്ല, എവിടെ നിന്നാണ്, റാഡിക്കിളിൽ നിന്നാണ്. ഇൻ എ പ്ലാൻ സ്റ്റെം ഈസ് ഡെവലപ്ഡ് ഫ്രം, എവിടെ നിന്നാണ്, ഇറ്റ്സ് ഫ്രം പ്ലിമ്യൂൾ. രണ്ടും കിട്ടിയില്ലേ. സോ ഇവിടുത്തെ ആൻസർ എന്താ, ഇവിടെ നമുക്ക് വേണ്ടത് പ്ലിമ്യൂൾ ആണ്. നല്ല രസമുള്ള പേരല്ലേ, പ്ലിമ്യൂൾ. 137ാമത്തെ ചോദ്യം, ആംഫീബിയൻസ് ആൻഡ് മോസ്റ്റ് റെപ്റ്റൈൽസ് ഹാവ് ഡാഷ് ചേംബേർഡ് ഹാർട്ട്. ഇത് ആനിമൽ കിങ്ഡം കഴിഞ്ഞ ദിവസം എടുക്കുമ്പോൾ കൂടി ഞാൻ പഠിപ്പിച്ചതാണ്. ആംഫീബിയൻസിനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ മൃഗങ്ങൾക്കും എത്ര ഹൃദയ അറകളാണുള്ളത്, 4 എത്രയാണുള്ളത്, 3 ഞാൻ അടുത്ത് പറയാൻ പോകുന്ന പോയിന്റിന്റെ ആൻസർ ആണ് എഴുതിയത്. പക്ഷേ ഇതിനൊരു എക്സെപ്ഷൻ ആണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ മുതലച്ചാർ എന്ന് പറയുന്നത്, നമ്മുടെ ക്രോക്കോഡൈൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും ക്രോക്കോഡൈലാണ് ചോദിക്കാറുള്ളത്. ക്രോക്കോഡൈലിന് എത്ര അറകൾ ഉണ്ടെന്ന് അറിയോ, 4 അറകളുണ്ട്. എന്താണ് 4ന്റെ പ്രാധാന്യം, നമ്മൾ മനുഷ്യന്മാർക്കും 4 എല്ലാ മാമൽസിനും 4 എക്സെപ്ഷൻ ഉണ്ട്. എന്നാലും എല്ലാം പൊതുവേ നമ്മൾ പറയുമ്പോൾ ജനറലി സ്പീക്കിംഗ് മാമൽസിന് എത്രയാ, 4 അപ്പോൾ ആംഫീബിയൻസിനും അതുപോലെ തന്നെ ഉരകങ്ങൾക്കും 3 ചേംബേർഡ് ഹാർട്ട് ആകുമ്പോൾ ഒരു ഉരകമായിട്ടുള്ള ക്രോക്കോഡൈലിന് എത്ര ഉണ്ട്, 4 അത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇപ്പം എൻ്റെ ക്ലാസ്സുകൾ സ്ഥിരം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കണ്ടാവും. പക്ഷേ ഇത് റിവിഷനാണ് മക്കളെ, റിവിഷൻ ക്ലാസ് ആണ് ഇതെല്ലാം. അപ്പോൾ ആ രീതിയിൽ തന്നെ എടുക്കുക. മീനിനാണെങ്കിൽ 2 അറകളാണ്, റെപ്റ്റൈൽസിനാണെങ്കിൽ 3 അറകളാണ്, ആംഫീബിയൻസിന് 3 അറകൾ. ഇത് അവർ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ക്രോക്കോഡൈലിന് 4 നമ്മളതൊപ്പം പറഞ്ഞു. ബേർഡ്സ് 4, മാമൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞു 4, കോക്രോച്ച് കണ്ടോ 13 അറകളാണ് അവന്റെ ഹൃദയത്തിലുള്ളതെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ജസ്റ്റ് റിവിഷനാണ്, ഓർത്തിട്ടുണ്ടാവണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. 138 ഡാഷ് ആർ കോൾഡ് ദ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ആംഫീബിയൻസ് എന്ന് വെച്ചാൽ എന്താ, കരയിലും വെള്ളത്തിലും കാണപ്പെടുന്നതാണ്. അപ്പൊ കരയിലും വെള്ളത്തിലും കാണപ്പെടുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, നമ്മൾ ബ്രയോഫൈറ്റ്, തലോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ആൻജിയോസ്പം, ജിംനോസ്പം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്ലാന്റ് കിങ്ഡം പഠിച്ചതാണ്. അതിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് തന്നെ പറഞ്ഞതാണ് ഏതാണ്, ബ്രയോഫൈറ്റ് ആണ് എന്തായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ബ്രയോഫൈറ്റ്സ് ആണ് എന്തായിട്ട് വരുന്നത്, ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ആയിട്ട് വരുന്നത്. നമ്മുടെ മോസൊക്കെ, നമ്മുടെ ഈ മതിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഈ പായല് പൂപ്പല് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതാണ് ഏതായിട്ട് വരുന്നത്, ബ്രയോഫൈറ്റ് ആയിട്ട് വരുന്നത്. 139 ദ അറ്റോമിക് നമ്പർ ഓഫ് ലെന്താനമീസ്. ലെന്താനത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 57 ആണ്. കഴിഞ്ഞു വരുന്നതിനെ നമ്മൾ ലാന്തനൈറ്റ്സ് എന്ന് പറയുന്നു. 140 ഡാഷ് ഹാസ് 6 കാർബൺ ആറ്റംസ് ആൻഡ് 6 ഹൈഡ്രജൻ ആറ്റംസ്. 6 കാർബൺ ആറ്റംസും 6 ഹൈഡ്രജൻ ആറ്റംസ് ഉള്ള C6H6നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ ബെൻസീൻ എന്ന് വിളിക്കുന്നത് അല്ലെ. നമുക്കറിയാം ബെൻസീൻ എന്ന് വിളിക്കുന്നത് ബെൻസീന്റെ സ്ട്രക്ചർ ആണ്. ഈ ബെൻസീന്റെ ഈ റിംഗ് സ്ട്രക്ചർ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് എനിക്ക് നിങ്ങൾ താഴെ പറഞ്ഞത്. എനിക്ക് പെട്ടെന്ന് ഈ ചോദ്യം കണ്ടപ്പോൾ ഓർമ്മ വന്നത്, നിങ്ങൾക്ക് ഞാൻ പണിയൊന്നും ഇതുവരെ തന്നില്ലല്ലോ എന്നുള്ളത്. അപ്പൊ ഈ ബെൻസീന്റെ റിംഗ് സ്ട്രക്ചർ കണ്ടുപിടിച്ചത് ആരാണ്, എനിക്ക് താഴെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരാം അല്ലെ. കഥയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരാൾ കിടന്നുറങ്ങുമായിരുന്നു, അപ്പൊ എന്തോ സ്വപ്നം കണ്ടു, അപ്പോഴാണ് മൂപ്പർക്ക് ബെൻസീന്റെ സ്ട്രക്ചർ കിട്ടിയതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, താഴെ എനിക്ക് പറഞ്ഞു തരിക. അപ്പൊ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാലോ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, ഒരു പ്ലാന്റിന്റെ ഒരു സീഡിൽ നിന്നും റൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് റാഡിക്കിളാണ്, സ്റ്റെം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് പ്ലിമ്യൂൾ ആണ്. ആ റൂട്ട് റാഡിക്കിൾ എന്നുള്ളതിന് ചിലപ്പോൾ പ്രൈമറി റൂട്ട് എന്നും ചോദിക്കാറുണ്ട് കേട്ടോ, ഈ ഫ്യൂച്ചർ ഷൂട്ട് എന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ മാറിപ്പോണ്ട, പ്രൈമറി റൂട്ട് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, റാഡിക്കിൾ ആണ്. അതിന് മാറിപ്പോണ്ട, ഇതുകൂടി ഒന്ന് ഒപ്പം നോട്ട് ചെയ്ത് വെച്ചോളൂ. ആംഫീബിയൻസ് അല്ലെങ്കിൽ മോസ്റ്റ് റെപ്റ്റൈൽസിന് 3 ഹൃദയ അറകളാണുള്ളത്. ക്രോക്കോഡൈലിന് 4 ഉണ്ട്, മീനിന് 2 ഉണ്ട്, ബേർഡ്സിന് 4 ഉണ്ട്, മാമൽസിന് 4 ഓൾറെഡി പറഞ്ഞു, കോക്രോച്ചിന് എത്ര ഉണ്ട്, 13 ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. പ്ലാന്റ് കിങ്ഡത്തിലെ ആംഫീബിയൻസ് എന്ന് അറിയപ്പെടുന്നത് ബ്രയോഫൈറ്റ് ആണ്. ലെന്താനത്തിന്റെ അറ്റോമിക് നമ്പർ 57 ആണ്. 6 ഹൈഡ്രജൻ ആറ്റംസും 6 കാർബൺ ആറ്റംസും ഉള്ള സ്ട്രക്ചർ ബെൻസീൻ ആണ്. അതിന്റെ ഈ ഒരു റിംഗ് സ്ട്രക്ചർ കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ളത് താഴെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരികയും ചെയ്യും. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാലോ.
അടുത്ത ചോദ്യം 141ാമത്തെ ചോദ്യം. ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് ലിവർ ആണ് എന്ന്, അല്ലേ? തെറ്റിച്ചു. ലിവർ ആണെന്ന് ഒരിക്കലും പറയരുത്. ലിവർ ആണെങ്കിൽ എന്ത് വേണം? ദ ലാർജസ്റ്റ് ഇന്റേണൽ ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി എന്ന് വേണം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവർ ആണ്. അതേസമയം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് സ്കിന്നാണ്, ത്വക്കാണ്. ഇപ്പൊ രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. എനിക്കൊന്ന് രണ്ടോണം മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്കിൻ തന്നെയാണ്, ത്വക്ക് തന്നെയാണ്, നമ്മുടെ തൊലി തന്നെയാണ്. അതേസമയം ഏറ്റവും വലിയ ഇന്റേണൽ ഓർഗൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്? അത് നമ്മുടെ കരളാണ്. ഏകദേശം 1.5 കിലോളം അടുത്ത് ഭാരം വരും എന്തിനെന്ന് പറയുന്നത്? നമ്മുടെ കരൾ എന്ന് പറയുന്നത്. അടുത്തത് 142ാമത്തെ ചോദ്യം. 1 അറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1 AMU എന്ന് പറയുന്നത് എന്താണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 1 അറ്റോമിക് മാസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് 1/12 ഓഫ് ദി മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം, 1 C612 ആറ്റം. ഒരു C612 ആറ്റത്തിന്റെ മാസിന്റെ 1/12നെയാണ്. അപ്പൊ ഇതിനൊരു മാസ് ഉണ്ട്. ആ മാസിന്റെ 1/12 1/12 ഭാഗമാണ് നമ്മൾ എന്തായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഒരു AMU ആയിട്ട്, ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിന്റെ വാല്യൂ ആണ് നമ്മൾ ഈ പറയുന്ന 1.66 × 10⁻⁻27 kg. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടിയിരുന്നത്. 1.66 × 10⁻⁻27 kg. ആ ഡെഫിനിഷനും ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണേ. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു C612 ആറ്റത്തിന്റെ അറ്റോമിക് മാസിന്റെ, അതിന്റെ മാസിന്റെ 1/12 ആണെന്ന് എന്ത് ചെയ്യുക? ഓർക്കുക. 143. ഡാഷ് ഈസ് പ്രോബബ്ലി ദ ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്. നമ്മൾ ഓൾറെഡി ആനിമൽ കിങ്ഡത്തിൽ ഞാൻ ഇതുപോലെ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ എണ്ണത്തിലുള്ള ആളുകൾ, മൃഗങ്ങൾ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഗ്രൂപ്പായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് ഏതാണ്? ഷഡ്പദങ്ങളെയാണ്, അല്ലേ? ആർത്രോപോഡയാണ് ഏതായിട്ട് നമ്മൾ കാണുന്നത്? ഏറ്റവും വലിയ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ആയിട്ട് നമ്മൾ കാണപ്പെടുന്നത്. കിങ്ഡം ആനിമാലിയയിൽ കുറേ ഫൈലംസ് നമ്മൾ പഠിച്ചു. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൈലാണ് ആർത്രോപോഡ എന്ന് പറയുന്നത്. ഷഡ്പദങ്ങളാണ് പ്രധാനമായും അതിൽ കാണപ്പെടുന്നത്. അതാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഏറ്റവും വലിയ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ആയിട്ട് കാണപ്പെടുന്നത്. തിയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം കൊണ്ട് കണ്ടുപിടിച്ച് ഷഡ്പദങ്ങളുടെ 1-2 മടങ്ങ് ഷഡ്പദങ്ങൾ ഇനിയും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? കണ്ടുപിടിക്കാനുണ്ടാവുന്നതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അത്രയും വകഭേദങ്ങളുള്ള, അത്രയും വെറൈറ്റീസ് ഉള്ള ഒരു ഫൈലാണ്, ഒരു ഗ്രൂപ്പാണ് ഇതെന്ന് പറയുന്നത്. ഫൈലം ആർത്രോപോഡ എന്ന് പറയുന്നത്. 144 താഴോട്ട് പോയില്ല, സോറി. 144. ഇൻ ഡാഷ് അലോട്രോപ്പ് കാർബൺ ആറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഫുട്ബോൾ. കാർബൺ ഏത് അലോട്രോപ്പിലാണ്? കാർബണിന് കുറേ അലോട്രോപ്പുകളുണ്ട്. ഡയമണ്ട് ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഏത് കാർബൺ അലോട്രോപ്പിലാണ് ഒരു ഫുട്ബോൾ ഷേപ്പിൽ ആറ്റംസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതാണ്? C60 ആണ്, അല്ലേ? ഫള്ളറീൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൽ C60 ആണ് എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ ഷേപ്പ് എന്ന് പറയുന്നത്. കാർബൺ ആറ്റംസിനെ ഒരു ഫുട്ബോൾ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ എങ്ങനെയും പറയാറുണ്ട്? ഫള്ളറീൻ, FULLERENE എന്നും എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. 145. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു. ശബ്ദം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ശബ്ദം ഉണ്ടാക്കുമ്പോഴാണെന്നൊന്നും പറയരുത്, വൈബ്രേഷൻ കൊണ്ടാണ്. ശബ്ദം ഒരു വേവ് ആണല്ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇലക്ട്രിക്കൽ വേവ്, മറ്റേ മെക്കാനിക്കൽ വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്? നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും 5 പഠിച്ചില്ലേ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതോ? ഫൈലം ആർത്രോപോഡയെ പറ്റി 1-2 പോയിന്റ്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വിട്ടുപോയി, സോറി. ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാണപ്പെടുന്ന ഫൈലാണ് ഫൈലം ആർത്രോപോഡ എന്ന് പറഞ്ഞല്ലോ. ഏറ്റവും കൂടുതൽ ആനിമൽസുകളാണ്. ഏറ്റവും വലിയ ഗ്രൂപ്പ് ഓഫ് ആനിമൽസും ഏത് തന്നെയാണ്? ഫൈലം ആർത്രോപോഡയാണ്. ഉറുമ്പ്, 8 കാല്, ഇതെല്ലാം ഇതിലാണ് വരുന്നത്. എല്ലാ ഹാബിറ്റേറ്റ്സിലും കാണും. കരയിലും വെള്ളത്തിലും എവിടെ വേണേലും എന്ത് ചെയ്യാൻ പറ്റും? വായുവിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ആർത്രോപോഡ എന്ന വാക്കിനർത്ഥം തന്നെ ജോയിന്റഡ് ലെഗ് ആണ്. അപ്പോൾ ഫൈൽ ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്നേ പഠിച്ചു വന്നപ്പോൾ ഞാൻ കൃത്യമായി പറഞ്ഞു തന്നതാണ്. ഈ ഫൈൽ എത്തുമ്പോഴാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഇതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള കാലുകളൊക്കെ കാണാൻ പറ്റുന്നില്ല. അതുവരെ നമുക്ക് എന്തുണ്ടായിരുന്നില്ല? ഇത്തരത്തിൽ കാലെന്ന് പറയുന്ന ഒരു ഓർഗൻ തന്നെ നമ്മൾ കണ്ടിട്ടില്ല, അല്ലേ? എർത്തുവമിനൊക്കെ കണ്ട കുഞ്ഞു സാധനങ്ങളേ ഉള്ളൂ, അല്ലാതെ ഇതിൽ ഒരു പ്രോപ്പർ കാലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഇതിന്റെ ബോഡിയെ, ശരീരത്തെ പ്രധാനമായും 3 ഭാഗങ്ങളായി നമുക്ക് തിരിക്കാൻ പറ്റും. 1 ഹെഡായിട്ടും, 2 തൊറാക്സ് ആയിട്ടും, ദെൻ 3 അബ്ഡമൻ ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തിരിക്കാൻ പറ്റും. ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ട്രക്കിയ, ബുക്ക് ലങ്സ്, അല്ലെങ്കിൽ ബോഡി സർഫസ് തന്നെ. സ്കിന്നാണെങ്കിൽ സ്കിൻ, അത് തന്നെയാണ് എന്തായിട്ട് വരാറുള്ളത്? ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് വരാറുള്ളത്. ഈ ബുക്ക് ലങ്സ് 8 റെസ്പിറേറ്ററി ഓർഗൻ ആണ്. ചില സമയങ്ങളിൽ അങ്ങനെ തന്നെ എന്ത് ചെയ്യാറുണ്ട്? സ്പെസിഫിക് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ കാണപ്പെടുന്ന, അല്ലെങ്കിൽ ലാർജസ്റ്റ് ഫൈലം ഇൻ കിങ്ഡം അനിമാലിയ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർത്രോപോഡയാണ്. എല്ലാ ഹാബിറ്റേറ്റ്സിലും കാണപ്പെടുന്നുണ്ട്. കരയിലും വെള്ളത്തിലും വായുവിലും കാണപ്പെടുന്നതാണ്. ജോയിന്റഡ് ലെഗ് ആണ് ആർത്രോപോഡയുടെ അർത്ഥം. അല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. തല, തൊറാക്സ്, അബ്ഡമൻ എന്ന് പറയുന്നത്. ട്രക്കിയ, ബുക്ക് ലങ്സ്, ബോഡി സർഫസ് എല്ലാം എന്താണ്? ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് ആണ്.
സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാലോ. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് റിവൈസ് ചെയ്യണം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ എന്ന് പറയുന്നത് സ്കിന്നാണ്. ഒരു AMU എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.6 × 10⁻⁻27 kg ആണ്. ഏറ്റവും വലിയ ഗ്രൂപ്പ് ആർത്രോപോഡയാണ്. ഫുട്ബോളിലെ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാർബൺ അലോട്രോപ്പ് C60 ആണ്. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വൈബ്രേഷൻ മൂലമാണെന്നും ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ സെറ്റിലോട്ട് പോവാം. 30 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ഒപ്പം എത്ര എക്സ്ട്രാ പോയിന്റ് കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം ഒന്ന് അനലൈസ് ചെയ്യാവുന്നതാണ്. ദ ഫുൾ ഫോം ഓഫ് DNA കാലങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. DNA യുടെ ഫുൾ ഫോം എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA അല്ലേ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. 147 വർക്ക് ഡൺ ഓൺ ആൻ ഒബ്ജക്ട് ഡിപ്പെൻഡ്സ് ഓൺ. വലിയ ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ബേസിക്കലി വർക്കിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. പക്ഷെ നമ്മൾ ഒന്നുകൂടിയൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാറുണ്ട്? FD cos θ എന്ന് പറയാറുണ്ട് അല്ലേ? വേർ തീറ്റ ഈസ്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഈ ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ്. ഒരാൾ തലയിൽ ഒരു സാധനം ചുമന്നു പോയി അല്ലേ, അപ്പോൾ അവിടെ cos 90 ആണ് വരുന്നത്. അപ്പോൾ വർക്ക് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമാശയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഫിസിക്സിൽ. അപ്പോൾ FD cos θ ആണെന്ന് പറയുന്നത്, തീറ്റ എന്ന് പറയുന്ന ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയിലുള്ള ആംഗിൾ ആണ്. ഓപ്ഷനിൽ ഉണ്ടായിരുന്ന അതാണ്. ഒരു വസ്തുവിൽ നടന്ന വർക്ക് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് അപ്ലൈഡ്, അതുപോലെ തന്നെ ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിനും ഇടയിലുള്ള ആംഗിൾ കിട്ടണമെന്നാണ് എന്തായിട്ടുണ്ടായിരുന്നത്? ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ഞാൻ അടുത്ത സ്ലൈഡിൽ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. 148 കെമിക്കൽ ഫോർമുല ഓഫ് സോഡിയം കാർബണേറ്റ് ഈസ്. സോഡിയം കാർബണേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാഷിംഗ് സോഡ അല്ലേ? നമ്മുടെ അലക്കുകാരമാണ് ഇതെന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത്. ഇനിയും ഇത് കേൾക്കുന്നവർ വെറുപ്പിക്കുക എന്നറിയാം, പക്ഷെ അത്രയും പെട്ടെന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇത്രയും പരീക്ഷകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കണം. സോഡിയം കാർബണേറ്റിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? Na2CO3 ആണ്. ഇപ്പോൾ ഒപ്പം നിങ്ങളുടെ പലരുടെയും മനസ്സിൽ വന്നിട്ടുണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാം സാറേ സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണെന്ന്. ഒപ്പം ഞാൻ റിവിഷന് വേണ്ടി അതിന്റെ ഫോർമുല കൂടി ഒന്ന് പറഞ്ഞുതരാം. NaHCO3 ആണ് ഇതെന്ന് പറയുന്നത് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ സോഡിയം കാർബണേറ്റ്, വാഷിംഗ് സോഡ, Na2CO3, NaHCO3, ബേക്കിംഗ് സോഡ, സോഡിയം ബൈകാർബണേറ്റ് അറിയുന്നതാണല്ലോ. 149 പോളൻ ഗ്രെയിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ. പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്ന എവിടെയാണ്? ഫ്ലവർ അല്ല, അതിലെവിടെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നതിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കറിയാം, ഒരു പൂവിനെ സംബന്ധിച്ചിടത്തോളം അതിന് പൂവാണ് അതിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് അല്ലേ? ഒരു ചെടിയുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് പൂവാണ്. അതിൽ തന്നെ എന്തുണ്ട്? മെയിൽ സെക്സ് ഓർഗനും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ട്. മെയിൽ സെക്സ് ഓർഗനെ നമ്മൾ ആൻഡ്രീഷ്യം എന്നും ഫീമെയിൽ സെക്സ് ഓർഗനെ നമ്മൾ ഗൈനീഷ്യം എന്നും പറയും. ഞാൻ ഓർക്കാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ്രീഷ്യമാണ്. സോ ഡ്രീഷ്യം എന്ന് ഓർത്താൽ മതി അല്ലേ? അപ്പൊ എന്താ? അത് സെക്സ് ഓർഗൻ ആണ്, കിട്ടും. ഇവിടെ ഗൈനീഷ്യമാണ്, ഒന്ന് കിട്ടിയാൽ കിട്ടും. എങ്കിലും G4 ഗേൾ എന്നും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആലോചിച്ച് വെക്കാം. ബയോളജി കോഴ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ബയോളജി കോഴ്സിലെയും അല്ലെങ്കിൽ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയും പഠിപ്പിച്ച അതേ സ്ലൈഡ്സ് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ കോഴ്സിൽ എടുക്കുന്നത്. താല്പര്യമുള്ളവർക്ക് സയൻസ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. RRB ഗ്രൂപ്പ് ഡിക്ക് സയൻസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. മാത്രമല്ല പ്രോബ്ലംസും ആവശ്യമുണ്ട്. ഫിസിക്സിലെയും കെമിസ്ട്രിയും പ്രോബ്ലംസ് എല്ലാം നമ്മൾ കോഴ്സിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ അതിലോട്ട് വീണ്ടും പോകുന്നില്ല. അപ്പോൾ ആൻഡ്രീഷ്യമാണ് മെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്, ഗൈനീഷ്യമാണ് ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ആൻഡ്രീഷ്യത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ആന്തറും ഫിലമെന്റും ആണ്. രണ്ടിനെയും ചേർത്ത് നമ്മൾ എന്തെന്ന് പറയും? നമ്മൾ സ്റ്റേമൻ എന്ന് പറയും. ആന്തറും ഫിലമെന്റും സ്റ്റേമൻ എന്ന് നമ്മൾ പറയും. ഇതിൽ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ആന്തറാണ്. ഈ പോളൻ ഗ്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്പേം ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. സ്പേം പ്രൊഡ്യൂസ് ചെയ്യപ്പെടും ആരാണ്? ആണുങ്ങളാണ് അല്ലേ? ജനറലി ആണുങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ആന്തർ, ആൻഡ്രീഷ്യം, ആന്തർ, AN എന്ത് ചെയ്താൽ മതി? ഓർത്തിരുന്നാൽ മതി. പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കുന്നത് ആന്തർ ആണ്. അപ്പോൾ ആന്തർ എന്ന് പറയുന്നത് ഈ ചെടിയിൽ ഈ ഭാഗമാണ് കേട്ടോ. മേലെ പോളൻ ഗ്രെയിൻസ് കാണപ്പെടുന്ന ഭാഗമാണ് ആന്തർ എന്ന് പറയുന്നത്. ഇനി ഗൈനീഷ്യത്തിലോട്ട് വരുമ്പോൾ ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്. ഫീമെയിൽ സെക്സ് ഓർഗൻ ഗൈനീഷ്യം അല്ലെങ്കിൽ കാർപ്പൽ എന്ന് നമ്മൾ പറയും. കാർപ്പലിൽ പ്രധാനമായുള്ള സ്റ്റിഗ്മയും സ്റ്റൈലും ഓവറിയാണ്. ഇതാണ് പോളൻ ഗ്രെയിൻസ് ഉള്ള ഭാഗം നമ്മൾ പറഞ്ഞു. ഈ പോളൻ ഗ്രെയിൻസ് എവിടെ എത്തണം? ഇതിലൂടെ ഈ ഓവറിയിൽ എത്തണം. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നു. പുതിയ പൂവ് കായായിട്ടൊക്കെ എന്ത് ചെയ്യുന്നത്? മാറുന്നത്. അപ്പൊ അതിൽ വരുന്നതാണ് സ്റ്റിഗ്മ. ഇത് സ്റ്റൈല്. ഈ നീളത്തിലുള്ള തണ്ടിനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതിനെ നടുക്ക് ചെമ്പരത്തിയൊക്കെ കീറി മുറിച്ച് ചെറിയ ക്ലാസ്സുകളിൽ പരീക്ഷ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ സ്കൂൾ ഡേയ്സിൽ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഓവറി എന്ന് പറയുന്നത്. അപ്പൊ ഫീമെയിൽ സെക്സ് ഓർഗൻ അല്ലെങ്കിൽ ഗൈനീഷ്യമാണ് കാർപ്പിൽ. അതിന്റെ ഭാഗമാണ് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്ന് പറയുന്നത്. ചോദ്യം ഇങ്ങനെയൊക്കെ വരാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ആന്തർ. കാണുന്നവന് മനസ്സിലാവണം, കാരണം സ്റ്റിഗ്മയും സ്റ്റൈലും ഓവറിയും ഫീമെയിൽ പാർട്ടാണ്. അതേസമയം ആന്തർ എന്താണ്? മെയിൽ പാർട്ടാണ്. അപ്പോൾ അതൊക്കെ എന്താ? ഓഡ് വൺ ഔട്ട് ആയിട്ടൊക്കെ ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു പൂവിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഫ്ലവർ ആണ്. അതിൽ ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ഉണ്ട്. ആൻഡ്രീഷ്യത്തിൽ ആന്തറും ഫിലമെന്റും ഉണ്ട്. രണ്ടിനെയും ചേർത്ത് നമ്മൾ സ്റ്റേമൻ എന്ന് പറയുന്നത്. ഇതിലെ ആന്തർ ആണ് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗൈനീഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്, കാർപ്പിൽ എന്നും പറയുന്നു. അതിൽ സ്റ്റിഗ്മയും സ്റ്റൈലും ഓവറിയും ഉണ്ട്. ഇനി ഈ പോളിനേഷൻ എന്ന് പറയുന്ന പരിപാടി എന്താണ്? ഈ ആന്തറിൽ നിന്ന് അടുത്ത പടം എടുക്കുക, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഈ ആന്തറിൽ നിന്ന് ഈ സ്റ്റിഗ്മയിലോട്ട് ഈ പോളൻ ഗ്രെയിൻസ് എത്തുന്ന പരിപാടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണം എന്ന് പറയുന്നത്.
സോ അത് ഓർത്തിരിക്കുക. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ചോദിച്ചത് പോളൻ ഗ്രെയിൻസ് ആരുണ്ടാക്കുന്നതെന്നാണ്. പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കുന്നത് ആന്തർ ആണ്. കുറേ കാര്യങ്ങൾ കിട്ടിയില്ലേ, എല്ലാം ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. നമ്മുടെ അവസാനത്തെ ചോദ്യം ഈ സെഷനിൽ 1 കൂളോം പെർ സെക്കൻഡ്, ഒരു കൂളോം പെർ സെക്കൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു ആംപിയർ എന്ന് പറയുന്നത്. 1 കൂളോം പെർ സെക്കൻഡ് ഈസ് നോൺ ആസ് 1 ആംപിയർ. സെറ്റല്ലേ 5 എണ്ണം? പെട്ടെന്ന് റിവൈസ് ചെയ്യാലോ. DNA ഫുൾ ഫോം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഒരു വസ്തുവിന് നടന്ന വർക്കിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് വർക്ക് ഈസ് ഈക്വൽ ടു FD കോസ് തീറ്റയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. F ഫോർ ഫോഴ്സ്, D ഫോർ ഡിസ്പ്ലേസ്മെന്റ്. കോസ് തീറ്റയിലെ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. സോഡിയം കാർബണേറ്റിന്റെ ഫോർമുല Na2CO3 വിച്ച് ഈസ് വാഷിംഗ് സോഡ. സോഡിയം ബൈകാർബണേറ്റ് ബേക്കിംഗ് സോഡ വിച്ച് ഈസ് NaHCO3. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എനിക്കറിയാം നിങ്ങൾ വെറുപ്പിക്കുക എന്നുള്ളത്, പക്ഷെ അത്രയും തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മക്കളെ ഞാൻ വെറുപ്പിക്കുന്നത്. പറഞ്ഞ് നിങ്ങളുടെ തലയിൽ ഇത് കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ്, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്നോട് കുറച്ച് ദേഷ്യമൊക്കെ തോന്നിയാലും ഞാൻ പറയാറുള്ള പോലെ എക്സാം ഹാളിലെ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവും. എനിക്കത് മതി, അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ 149ാമത്തെ ചോദ്യം, പോളൻ ഗ്രെയിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എന്താണ്? ആന്തർ ആണ്. അതിന്റെ കുറേ ഡീറ്റെയിൽസ് നമ്മൾ ഒപ്പം പറഞ്ഞു അല്ലെ. റീപ്രൊഡക്റ്റീവ് പാർട്ട് ഫ്ലവർ ആണ്. ആൻഡ്രീഷ്യം മെയിൽ സെക്സ് ഓർഗൻ ആണ്. ആന്തറും ഫിലമെന്റും കമ്പൈൻ ചെയ്ത് സ്റ്റേമൻ എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്ന ആന്തറിലാണ്. ഫീമെയിൽ സെക്സ് ഓർഗൻ കാർപ്പൽ ആണ്. അതിൽ സ്റ്റിഗ്മയും സ്റ്റൈലും ഓവറി ഉണ്ട്. ആന്തർ ടു സ്റ്റിഗ്മ എത്തുന്ന പരിപാടിയെ നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നു. ഇനി എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കൂളോം പെർ സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു ആംപിയർ എന്ന് പറയുന്നത്. എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. കുറച്ചെങ്കിലുമൊക്കെ എക്സ്ട്രാ ഡീറ്റെയിൽസ് ഓരോ ചോദ്യങ്ങളുടെയും ഒപ്പം പറഞ്ഞു തരാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്ലാസ്സിന്റെ ചോദ്യങ്ങൾ അടക്കമുള്ള PDF ഡൗൺലോഡ് ചെയ്യേണ്ട 500 ചോദ്യങ്ങളുടെ PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ അവൈലബിൾ ആയിരിക്കും. ഇതുപോലെ തന്നെയായിട്ട് ഓരോ ക്ലാസ്സിലും നമ്മളിപ്പോൾ ഒപ്പം എക്സ്ട്രാ സ്ലൈഡ് ഇട്ടിട്ടുണ്ട്, റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഈ എക്സ്ട്രാ ഫാക്ട്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള PDF തന്നെയാണ് എന്തുള്ളത് താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. താല്പര്യമുള്ളവർക്ക് എടുക്കാം. പിന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇതിന്റെ എക്സാംസും, അതായത് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഇതിനെ ബേസ് ചെയ്തുള്ള 10 ചോദ്യങ്ങളുടെ പരീക്ഷയായിട്ടുള്ള ഒരു ഫ്രീ കോഴ്സ്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് SSC RRB ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്രീ കോഴ്സ് നമ്മൾ വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, അതുകൂടി ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യുക. എക്സാംസ് എഴുതാൻ പറ്റുക എന്നുള്ളത് അത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കുക. ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ക്ലാസിന്റെ അപ്ഡേറ്റ്സ് പലർക്കും കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. അതിന്റെ ലിങ്ക് ഉണ്ടാവും. കാരണം ടെലിഗ്രാമിൽ ഞാൻ എല്ലാ ക്ലാസ്സുകളുടെയും അപ്ഡേറ്റ് എന്ത് ചെയ്യാറുണ്ട്, ഇടാറുണ്ട്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്തോളൂ. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്തോളൂ. പിന്നെ ഇതെല്ലാത്തിലും ഉപരി ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ഉത്തരം എന്തായാലും എന്ത് ചെയ്യണം, താഴെ കമന്റ് ചെയ്യണം. ആൻസർ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ പോയി നോക്കാം. എനിക്കറിയാം എൻ്റെ കുറച്ച് പിള്ളേരെങ്കിലും എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ആൻസർ അതിനോടെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.